വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PN ജയന്തൻ അടക്കമുള്ള 4 പേരാണ് തന്നെ ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് യുവതി തന്നെ ഭർത്താവുമൊത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഒപ്പമുണ്ടായിരുന്ന പാർവതി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി പാർവതി, വളരെ ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് ഉണ്ടായത്. ഒരുപക്ഷെ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ നേർസാക്ഷ്യം നേരിട്ട് കേട്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ പോലീസിന്റെ ഭാഗത്തുണ്ടായ മോശമായ പെരുമാറ്റം, ഇങ്ങനെ പീഡനത്തിന് ഇരയാവുന്നവർക്കൊന്നും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാനാകാത്ത വിധമാണോ നമ്മുടെ സംവിധാനം? അതാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സ്ത്രീ 4 പേര് പീഡിപ്പിക്കപ്പെട്ടു എന്നതിനും ഉപരി അത് എത്രയോ സ്ത്രീക്ക് നിത്യേന ഇന്ത്യയിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അടിവരയിടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീകൾ നിയമത്തിന് പോയാൽ പോകുന്നതിനേക്കാളും ജിഷയെ പോലെയോ അല്ലെങ്കിൽ സൗമ്യയെ പോലെയോ നിർഭയെ പോലെയോ മരിക്കുന്നതാണ് ഭേദം. കാരണം അഥവാ മരിച്ചിട്ടില്ലെങ്കിൽ ഈ പരാതിയുമായി ചെന്നാൽ അവര് കൊല്ലും. അത്രയ്ക്കും മ്ലേച്ഛമായ ചോദ്യങ്ങളാണ് പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇവർക്ക് ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാൻ കഴിയില്ല. ആ നിലയ്ക്കുള്ള ചോദ്യങ്ങൾ. ഇവർ 4 പേരിൽ ആരാണ് നിന്നെ കൂടുതൽ സുഖിപ്പിച്ചത്, ആരിൽ നിന്നാണ് നിനക്ക് സുഖം കിട്ടിയത്, നിനക്കൊക്കെ എങ്ങനെയാണ്, എത്ര സൈസ് വരെയാണ് നിനക്ക് കൂടുതൽ സുഖം കിട്ടുക, നിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലാണ് തൊട്ടത് തുടങ്ങിയ ചോദ്യങ്ങൾ ഒരു സ്ത്രീയും ഉണ്ടാക്കി പറയില്ല. അത്രയും മ്ലേച്ഛമായ ചോദ്യങ്ങൾ ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയുന്നത് ഏറ്റവും ക്രൂവലായിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള പീഡനം തന്നെയാണ്. പോലീസുകാർക്ക് ആ അധികാരത്തിൽ ഇരിക്കാനുള്ള എന്ത് അധികാരമെന്ന് തീർച്ചയായിട്ടും കേരളം അവരോട് ചോദിക്കേണ്ടതുണ്ട്. എന്തിനാണ് കേരളത്തിലെ പോലീസുകാർ അങ്ങനെ ഇരിക്കുന്നത്? അവിടെ നമുക്കിത് നേരത്തെയും നമുക്ക് പിന്നെയും അറിയാം. ജിഷയുടെ കാരണത്തിന് മരണിച്ചതിന് ശേഷവും അവർ ഈ അലംഭാവം കാണിച്ചിട്ടുണ്ട്. ആ കാരണം കൊണ്ട് ജിഷയ്ക്ക് നീതി കിട്ടാൻ പോകുന്നില്ല. ആ നിലയ്ക്ക് അത് എത്രയും അധികം മീഡിയ ചർച്ച ചെയ്തു, എത്രയധികം വീണ്ടും ആവർത്തിച്ചു. ഇനി ഒരു പോലീസുകാരനും അങ്ങനെ ഉണ്ടാവരുത്. മേലധികാരികളായ പോലീസുകാർ പിന്നെയും പോലീസുകാരെ ന്യായീകരിക്കുന്നു. പക്ഷെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഇരിക്കുന്ന അധികാരത്തിൽ വരുന്ന സ്ത്രീകൾ നിഷേധിച്ചുകൊണ്ടേയിരിക്കുന്ന നിയമം. ഈ പോലീസുകാരെ അവർക്ക് കുടുംബമുണ്ട്, അവര് സമൂഹത്തിൽ മാന്യന്മാരാണ്, ഇത് പുറത്തു പറയരുത് എന്ന് പറയാൻ ഇനി ആരും മുമ്പോട്ട് വരണ്ട. ഇവരാരാണ് എന്ന് നമുക്കറിയണം. ഇവരുടെ നാവ് ഈ കാര്യത്തിന് വേണ്ടി പൊങ്ങുകയും ചെയ്യരുത്. സാമ്പത്തിക ഇടപാട് കാരണമാണ് ഇവർ ഈ കള്ളം പറഞ്ഞത് എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. ആ കുട്ടിയുടെ കണ്ണിലെ ദീനമായ വേദന ഞാൻ കണ്ടതാണ്. ഒരു സ്ത്രീക്കും അത്രയും അനുഭവിക്കാതെ ആ കണ്ണിലെ ആ വേദന വരില്ല. തീർച്ചയായും ആ വേദന അവർ മുഖം മൂടിയെങ്കിലും ആ വേദന നമ്മളിലേക്ക് പാസ് ചെയ്തു. ശ്രീമതി പാർവതി, ഇത് വല്ലാത്തൊരു വിഷയമാണ്. ഒരുപക്ഷെ നമ്മുടെ ഞാൻ പിന്നീട് ഇതിനെ കുറിച്ച് വിശദമായി സംസാരിക്കാം. തീർച്ചയായും. ശരി. പാർവതി ആണ് വാർത്താ സമ്മേളനത്തിലൊപ്പമുണ്ടായിരുന്ന പാർവതി തന്നെയാണ് നമ്മളോട് കാര്യങ്ങളിലൊക്കെ പങ്കുവച്ചത്. അധികൃതരുടെ സമീപനം, പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ സമീപനമാണ് കൂടുതൽ വേദനാജനകം. അത്തരത്തിൽ ഉള്ള പീഡനങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് ഇര പറയുകയുണ്ടായി. വളരെ ഗൗരവം അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതുവഴി സംജാതമായിരിക്കുന്നതെന്ന് എന്നാണ് അവരോടൊപ്പം ഇരയുടെ ഭർത്താവിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത, ഭാഗ്യലക്ഷ്മിക്കൊപ്പം പങ്കെടുത്ത പാർവതിയും നമ്മളോട് അല്പം മുമ്പ് പറഞ്ഞത്. വളരെ ക്രൂരമായ സമീപനം, വളരെ വൃത്തികെട്ട ചോദ്യങ്ങൾ, ഒരു ഇരയാണ് എന്നത് ഓർക്കാതെ ഉള്ള വളരെ മോശമായ ചോദ്യങ്ങൾ ചോദിച്ചുള്ള ആനന്ദം കണ്ടെത്തുന്ന ആ സാഡിസ്റ്റ് മനോഭാവം തന്നെയാണ് പോലീസുകാരുടെ ഭാഗത്തുണ്ടായത്. നാട് ശമ്പളം നൽകുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഉണ്ടാകുന്നത് വെച്ചു പൊറുപ്പിക്കാനാകില്ല എന്ന പ്രതിഷേധം കൂടി അവർ പങ്കുവച്ചു. തീർച്ചയായും ഷീജ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. ഷീജ, വളരെ ഗൗരവമായ സാഹചര്യം. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നു. ആ പീഡനത്തിന് നേതൃത്വം നൽകിയ ആൾ എന്നത് PN ജയന്തൻ എന്ന നഗരസഭാ കൗൺസിലർ. അതിനുശേഷം പീഡിപ്പിക്കപ്പെട്ടതിനു ശേഷം ആ സ്ത്രീ പരാതിയുമായി ചെന്നപ്പോൾ പോലീസിന്റെ ഭാഗത്തുണ്ടായ ചോദ്യങ്ങളടക്കമുള്ള മോശമായ പെരുമാറ്റം, മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോലും മൊഴി മാറ്റാൻ ഭർത്താവിനെ ബന്ദോബസ്താക്കി കൊണ്ടുപോയ സംവിധാനം, അധികൃതരുടെ ഭാഗത്തുണ്ടായ ഈ സംവിധാനത്തെ വളരെ വൃത്തിയായി തന്നെ അവർ വരച്ചു കാട്ടുകയും ചെയ്തു. എന്തൊക്കെ?
തീർച്ചയായും അജിംഷാദ്, നമുക്ക് ആ യുവതിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം മാനസിക പീഡനത്തിനാണ് അവർ ഇരയായത് എന്നുള്ളത്. പ്രത്യേകിച്ചും നമ്മളെ ഏറ്റവും അധികം ഞെട്ടിക്കുന്ന ഒരു സംഭവം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ നടപടികൾ തന്നെയാണ്. ഇത്രത്തോളം ആ പെൺകുട്ടി പറയുന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അത്രത്തോളം അവർ അനുഭവിച്ചിട്ടുള്ള പീഡനം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. തനിക്ക് 2014 സ്കൂൾ അവധി സമയത്താണ് തന്നെ ഇത്തരത്തിൽ ഈ 4 പേർ ചേർന്ന് പീഡിപ്പിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇത്തരത്തിൽ തന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്, മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഭർത്താവിനോട് ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല. അതിനുശേഷം സ്വഭാവത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ കണ്ടതിനുശേഷം ഭർത്താവ് ചോദിക്കുമ്പോൾ മാത്രമാണ് വളരെ വൈകിയാണെങ്കിൽ പോലും ഈ വിഷയങ്ങൾ എല്ലാം തന്നെ ഭർത്താവിനോട് പറയുന്നത്. എന്നാൽ അതിനുശേഷം 2 കൊല്ലത്തിനു ശേഷമാണ് അവർ ഈ 2016 ഓഗസ്റ്റ് 14 മാത്രമാണ് അവർ തൃശൂരുള്ള മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകുന്നത്. എന്നാൽ പരാതി നൽകിയപ്പോൾ ഉണ്ടായ അനുഭവം അത് ഏറ്റവും വലിയ ദുരനുഭവമായിരുന്നു എന്ന് തന്നെയാണ് ഈ കുട്ടി വ്യക്തമാക്കുന്നത്. അത്രത്തോളം മാനസിക പീഡനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. SI-യുടെയും CI-യുടെയും ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ മാനസിക പീഡനം അനുഭവിച്ചത് CI-യുടെ ഭാഗത്ത് നിന്ന് തന്നെയായിരുന്നു. തെളിവെടുപ്പിനെന്നും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിനും എന്ന് പറഞ്ഞ് തന്നെ തെളിവെടുപ്പിനായി ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. സംഭവ സ്ഥലം കണ്ടാൽ പോലും തനിക്ക് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. കാരണം അന്നത്തെ ആ മാനസികാവസ്ഥയിൽ തനിക്ക് സ്ഥലം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അവസ്ഥ ആയിരുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ സ്ഥലം പോലും തിരിച്ചറിയില്ലേ, അതിലും വളരെ മോശമായ രീതിയിലുള്ള ചോദ്യം തെളിവെടുപ്പിനായി കൊണ്ടുപോകുമ്പോൾ പോലും നാട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് ഇത് പീഡനത്തിനിരയായ പെൺകുട്ടിയാണ്, മറ്റു തരത്തിലുള്ള വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള സംസാരം തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇത് തനിക്ക് തന്നെ പീഡിപ്പിച്ചപ്പോൾ ഉണ്ടായ വേദനയേക്കാൾ അതിൽ ഇരട്ടിയിലധികം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ പീഡനം എന്ന് തന്നെയാണ് ആ കുട്ടി വ്യക്തമാക്കുന്നത്. ശരി ഷീജ, ഇപ്പോൾ നമ്മോടൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ ശ്രീമതി ബിന്ദു കൃഷ്ണ കൂടി ചേരുകയാണ്. ബിന്ദു കൃഷ്ണ, ഒരു സ്ത്രീ അനുഭവിക്കേണ്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനുഭവിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് കൂടി നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കണം. ഏത് ഘട്ടമുണ്ടായാലും അധികൃതരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് ഉണ്ടായത്. 2014 ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് ഇപ്പോഴാണ് അവർക്ക് പരാതിപ്പെടാൻ പോലും ധൈര്യം കിട്ടിയത്. അങ്ങനെ ധൈര്യം കിട്ടിയെത്തിയപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നാകട്ടെ അതിലും വലിയ പീഡനം. ശ്രീമതി ബിന്ദു കൃഷ്ണ. നിശ്ചയമായും താങ്കൾ സൂചിപ്പിച്ച ഒരു ആംഗിള് കേരളീയ സമൂഹത്തില് ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളോടുള്ള സമീപനത്തിന്റെ ഒരു യഥാർത്ഥ ചിത്രം, ഒരു രേഖാചിത്രമാണ് ഇവരുടെ അനുഭവത്തിൽ നിന്ന് വരച്ചു കാട്ടപ്പെടുന്നത്. കുറ്റവാളികൾ ആര് എന്നതിന് പ്രസക്തിയില്ല, കുറ്റകൃത്യത്തിനാണ് തീർച്ചയായും പ്രസക്തി. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്കെതിരെ പരാതിയുമായി അവിടെ എത്തിയ സ്ത്രീയെയും കുടുംബത്തെയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരിൽ നിന്നാണോ നമുക്ക് സംരക്ഷണം കിട്ടും അല്ലെങ്കിൽ വേദനയ്ക്ക് പരിഹാരം കിട്ടുമെന്ന് കരുതുന്നത് അവരിൽ നിന്ന് ഈ കുറ്റവാളികൾ ചെയ്തതിനേക്കാൾ വലിയ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം ഉണ്ടായി, അപമാനം, അവഹേളനം ഉണ്ടായി എന്ന് പറയുന്നത് അത്യന്തം ഗൗരവത്തോടുകൂടി കാണേണ്ട സംഗതിയാണ്. ഈ കാര്യത്തിൽ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല, എന്തുകൊണ്ട് പരാതി പിൻവലിച്ചു എന്നത് സ്വാഭാവികമായും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇങ്ങനെ ഭീഷണിയുടെയും മറ്റും മുൾമുനയിൽ നിർത്തുമ്പോൾ സാധാരണക്കാർക്ക് അതിന് കഴിയുന്നില്ല. ഇപ്പോഴാണല്ലോ പരാതിപ്പെടാൻ കഴിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള പൊതുരംഗത്തോട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളടുത്ത് എത്തിയത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ മറ്റൊന്നിന്റെയും അടിസ്ഥാനത്തിലല്ല അവർക്കിപ്പോൾ വെളിപ്പെടുത്തുവാൻ ധൈര്യം കിട്ടിയത്. മാത്രവുമല്ല, ഭാഗ്യലക്ഷ്മി തന്റെ അനുഭവം അവരിങ്ങനെ വെളിപ്പെടുത്താൻ വേണ്ടിയല്ല സോഷ്യൽ മീഡിയയിൽ ഇട്ടെന്നാണ് അവരുടെ വാക്കുകളിലൂടെ നമുക്ക് കാണുന്നത്. ഒരു സത്യം സോഷ്യൽ മീഡിയയിൽ ഇട്ടു, പക്ഷെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു. ഈ ആളുകൾ ഒറ്റക്കെട്ടായി, അവിടെ വേറെ രാഷ്ട്രീയത്തിനോ മറ്റ് സാമൂഹിക കാര്യങ്ങൾക്കോ ഒന്നും പ്രസക്തി ഉണ്ടായില്ല. ഒറ്റക്കെട്ടായി ജനം ഈ കാര്യത്തിൽ നിന്നപ്പോഴാണ് കൃത്യമായ ആളുകളെ പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ഈ കാര്യത്തിൽ കർശനമായ നടപടിയെടുക്കണം. ഒരു കുടുംബം ആത്മഹത്യയുടെ വാക്കിൽ ഇക്കാലം അത്രയും അവഹേളനം സഹിച്ചത്, പീഡനം സഹിച്ചത്, അപമാനം സഹിച്ചത് കേരളം പോലുള്ള സാക്ഷര കേരളത്തിന് ലജ്ജാകരമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കുറ്റകൃത്യത്തിൽ തെളിവുണ്ടോ എന്നുള്ള സംശയമാണ്, മെഡിക്കൽ എവിഡൻസ് കുറയുമെന്ന സംശയമാണ് ഇപ്പോൾ ആളുകൾ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, ഈ കേസ് നേരെ നടത്തിക്കൊണ്ട് പോയാൽ മെഡിക്കൽ എവിഡൻസിനേക്കാൾ ഒരു സ്ത്രീ ഇത്രയും താൻ അപമാനം ഏറ്റു, അതിന് എന്തുകൊണ്ട് പറഞ്ഞില്ല, പറയാത്തതിന് സാറ്റിസ്ഫാക്ടറി ആയുള്ള റീസണബിൾ ആയിട്ടുള്ള റീസൺസ് പറഞ്ഞാൽ നിശ്ചയമായും കോടതിക്ക് അത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ അതിക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം ഇരകളെ ഭീഷണിപ്പെടുത്തി കേസ് പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചാൽ ആ കുറ്റവാളികളെല്ലാം രക്ഷപ്പെടുന്നു എന്നൊരവസ്ഥ നമ്മുടേതുപോലുള്ള സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമല്ല. നിശ്ചയമായും ഈ കാര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി നിഷ്പക്ഷമായ അന്വേഷണം. അതാണ് ഒരു സംശയം കൂടിയുണ്ട് ശ്രീമതി ബിന്ദു കൃഷ്ണ. നിയമം അറിയാവുന്ന ആൾ എന്നുള്ള നിലയിൽ താങ്കൾ നേരത്തെ പറഞ്ഞു മെഡിക്കൽ എവിഡൻസുകൾ പോയി.
ഓക്കെ, ഒന്ന്. രണ്ട്, മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഭീഷണിപ്പെടുത്തലിന് വശംവദമായാണ് ഞാൻ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ മൊഴി മാറ്റിയത് എന്ന് പറഞ്ഞാൽ അതിന് നിയമപരമായി സാധൂകരണം കിട്ടുമോ? അതെന്തൊക്കെയാണ് അതിന്റെ തടസ്സങ്ങൾ? നിശ്ചയമായും പ്രതിഭാഗത്തിന് ഈ കേസിനെ സംബന്ധിച്ച് ആർഗ്യൂ ചെയ്യാനുള്ള ഒരു ബലം തന്നെയാണത്. ഇവര് കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റ് അടക്കം വലിയൊരു ബലം തന്നെയാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സ്ത്രീയെ ഇത്രയും ഉപദ്രവിച്ചു എന്നുള്ളത്, അവരെ ബലാത്കാരം ഇങ്ങനെ തുടർച്ചയായി ചെയ്യുകയും നഗ്നചിത്രങ്ങൾ കാട്ടി ഈ കാര്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതിന് അതിനേക്കാൾ പ്രസക്തി കൂടുകയല്ലേ നിയമത്തിന് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഈ കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടത്, കുറ്റകൃത്യം ചെയ്തവരെ രക്ഷപ്പെടാൻ ഇപ്പൊ പണമിടപാടാണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് പലരും ചെയ്യുന്ന കാര്യമാണ്. ഇരകളെ ഏതൊക്കെ രീതിയിൽ അപഹസിക്കാമോ, കുറ്റവാളികൾ വലിയ മാന്യന്മാരായും ഹീറോകളായും വാഴ്ത്തപ്പെടുകയും ഇരകളെ വേട്ടയാടുകയാണ് നമ്മുടെ സമൂഹം ചെയ്തത്. കേരളത്തിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയ പ്രമാദമായ കേസുകളെന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട കേസുകളിലൊക്കെ തന്നെ പ്രതികളെ ആ ദിവസങ്ങളിൽ മാധ്യമ ഇടപെടലുകളും പൊതുസമൂഹത്തിന്റെ ഇടപെടൽ ഉള്ളപ്പോഴൊക്കെ ആളുകൾ കല്ലെറിയാൻ ശ്രമിക്കുമെങ്കിലും പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളില്ല. ഇര എവിടെ ചെന്നാലും ഇന്ന കേസിലെ പ്രതിയാണ്, ആ കേസിന്റെ സ്ഥലപ്പേരിട്ടും അതുമല്ലെങ്കിൽ കേസിന്റെ പേരിട്ടുമൊക്കെയാണ് ആ ഇരകളെ വിളിക്കുന്നത്. ഇരകൾക്ക് സ്വന്തം താമം പോലും ഇല്ലാതായി പോകും. ആ നിലയിലേക്ക് കേരളത്തിലെ പൊതുസമൂഹം നിൽക്കുന്നുണ്ട്. അത് മാറിയേ തീരൂ. എങ്കിലേ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇത് ഇന്ന് അവർക്ക് സംഭവിച്ചു. ഇത് കേരളത്തിൽ പലരും അനുഭവിക്കുന്നുണ്ടാവും. ഒരുപാട് കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, പക്ഷെ അതിലേറെ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു. അവിടെയാണ് ഇത്തരം കേസുകളെ ഗൗരവത്തോടെ കാണേണ്ട ആവശ്യം ഉയർന്നു വരുന്നത്. നിശ്ചയമായും ഈ കാര്യത്തിൽ വളരെ കൃത്യമായ അന്വേഷണം ഉണ്ടായി. ഈ കള്ളമൊന്നും അധികകാലം മറച്ചു വെക്കാൻ കഴിയത്തില്ല. കേരള പോലീസ് വളരെ ഇൻവെസ്റ്റിഗേഷൻ രംഗത്ത് വളരെ ശക്തിയുള്ളവരാണ്. പക്ഷെ അവർക്ക് വേണമെന്ന് തോന്നണം, വേണമെന്ന് തോന്നിയാൽ അങ്ങനെ വേണമെന്ന് തോന്നിപ്പിക്കണം. ഒരുപക്ഷെ അങ്ങനെ തോന്നിപ്പിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഘട്ടത്തിൽ. ഒരുപക്ഷെ ബിന്ദുകൃഷ്ണ, അതായത് പോലീസിന്റെ ആ ചോദ്യങ്ങൾ തന്നെ ഒരുപക്ഷെ താങ്കളോട് എനിക്കത് ഉദ്ധരിക്കാൻ പോലും മടിയാകുന്നു. അത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ഭാഗ്യലക്ഷ്മി ഇട്ടത്, ഒരു ഇരയാക്കപ്പെട്ട് വന്നിരിക്കുന്ന ശരീരവും മനസ്സും തകർന്നു വന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ എങ്ങനെ ഈ കാക്കിയും ശമ്പളവും ഈ നാട് നൽകിയവർക്കാകുന്നു? അതൊരു പ്രശ്നമല്ലേ? ആര് ഭരിച്ചാലും ശരി തന്നെ പോലീസിന്റെ ആ സമീപനം മാറണ്ടേ? തീർച്ചയായും അജിം ഷാ, താങ്കൾ പറയുന്നത് വളരെ കൃത്യമാണ്. ഞാനും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ വായിച്ചതാണ്. അപ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത്, അതാണ് ഞാൻ പറയുന്നത്, വെയില് തന്നെ വിളവ് തിന്നുന്ന ഈ സാഹചര്യം ഇത് ഇവർക്ക് മാത്രമല്ല. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതികഠിനമായി ജോലി ചെയ്ത് നിയമം നടപ്പിലാക്കാൻ, നിയമവാഴ്ച സംരക്ഷിക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ മറ്റു ചില ആളുകൾ യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാതെ ഇരകളെ വേദനിപ്പിച്ചുകൊണ്ട് സാഡിസ്റ്റിക് ചിന്താഗതികളിലൂടെ അതിലുമേറെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കേസുകൾ, ബലാത്സംഗ കേസുകളിലെ ഇരകളെ ചോദ്യം ചെയ്യുവാൻ അവർക്ക് ഉണ്ടാകുന്ന ഇത്തരം മാനസികാവസ്ഥ, അതൊരു മാനസിക രോഗമാണ്. ഇത്തരക്കാർക്ക് പോലീസിലിരിക്കാൻ യോഗ്യതയില്ല. അത് ആരായിക്കോട്ടെ, ഇത് ആരാന്ന് നമുക്കിപ്പോ അറിയത്തില്ല. ആരായാലും ശരി, ആ കുറ്റവാളികളായ പോലീസ് ഈ കുറ്റകൃത്യം ചെയ്ത ആളുകളോടൊപ്പം തന്നെ ഗൗരവമായ കുറ്റകൃത്യമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ. പേരാമംഗലം സിഐയുടെ ഒക്കെ പേര് എടുത്തു പറയുന്നുണ്ടാ വനിത, ആ യുവതി? തീർച്ചയായും ഞാനത് കേട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആളിന് സർവീസിൽ തുടരാൻ അർഹതയില്ല. ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ഇരകളോടും. ഒപ്പം ബിന്ദുകൃഷ്ണ, നമ്മളൊക്കെ പ്രതികളാകുന്ന ഒരു ഘട്ടമുണ്ട് സമൂഹമെന്ന്. താങ്കളെ പോലുള്ള പൊതുപ്രവർത്തകരാകട്ടെ, മാധ്യമപ്രവർത്തകരാകട്ടെ ഒക്കെ, അതായത് ഇരയാക്കപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് മുഖം മറച്ച് എത്തേണ്ടി വരുന്ന ഒരു സ്ഥിതി, ഒരുപക്ഷെ സമൂഹമാണ് അതിന് കുറ്റക്കാർ. ഡെറ്റോൾ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച ശേഷം വളരെ അഭിമാനത്തോടു കൂടി അവർക്ക് പറയാനാകണം. കാരണം കുറ്റം ചെയ്തത് അവരല്ല, നാണിക്കേണ്ടത് കുറ്റം ചെയ്തവരാണ്. ആ അർത്ഥത്തിലേക്ക് സമൂഹം പുരോഗമിക്കണം. ഒരുപക്ഷെ സ്ത്രീപക്ഷമായ ആ നിലപാട് ഉയർത്തിക്കൊണ്ടുവരണം. ഇനിയും പരാതികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത്തരം രീതിയിലേക്ക് വികസിക്കണ്ടേ നാട്? ബിന്ദുകൃഷ്ണ, ശരിയാണ്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ. ഇരകളാക്കപ്പെടുന്നവരെയാണ് നമ്മൾ വേട്ടക്കാരെ നമ്മൾ ആഘോഷിക്കുക ചെയ്യുന്നത്. അത് ഹീറോയിസത്തിലൂടെ തന്നെ അവരെ ആരാധിക്കുക, അവർ മിടുക്കരാണ് എന്ന് പറയുന്ന അടക്കം പറച്ചിലുകൾ കേരളത്തിലെ പൊതുഗതാഗത സംവിധാനങ്ങളിലും പൊതു ഇടങ്ങളിലും എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നുണ്ട്. മറിച്ച് ഇരയാക്കപ്പെടുന്നവര് ഇന്ന് ഈ ഇര മുഖം മറച്ച് അവരും ഓരോ ഭർത്താവും വന്ന് മാധ്യമങ്ങളുടെയും ഈ ലോകത്തിന്റെയും മുമ്പിൽ ഇരിക്കേണ്ടി വരുന്നുവെങ്കിൽ അവർക്കറിയാം, അവർക്ക് മുമ്പേ ഇതുപോലുള്ള ഇരയായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്കുണ്ടായ അതിനുശേഷമുണ്ടായ അനുഭവങ്ങൾ, ആ പച്ചയായ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് മുഖം മറച്ചുകൊണ്ട് സംസാരിക്കാൻ അവർ നിർബന്ധിതരാകുന്നത്. അവിടെയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരയല്ല ഇവിടെ മുഖം മറക്കേണ്ടത്, ഇരയുടെ പേരല്ല അവഹേളിക്കപ്പെടേണ്ടത്, വേട്ടക്കാരുടെ പേരുകളാണ്, കുറ്റവാളികളുടെ പേരുകളാണ്. അതിന് സമൂഹം, ശരിയാ, ഞാൻ അടക്കമുള്ള നമ്മൾ എല്ലാവരും, ഈ പൊതുസമൂഹം നന്മയുടെ ഭാഗത്ത് ചിന്തിക്കുന്ന മുഴുവൻ പേരും ആരായിക്കൊള്ളട്ടെ, നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന, ശരിയുടെ ഭാഗത്ത് നിൽക്കുന്ന മുഴുവൻ പേരും ഈ ഇരകൾക്ക് സാന്ത്വനമാകണം.
ഇരകൾക്ക് സഹായമാകണം, അല്ലാതെ അവരെ വേട്ടയാടിക്കൊണ്ടുവന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കേരളത്തിൽ പ്രമാദമായ അതാണ് തീർച്ചയായും. ബിന്ദുകൃഷ്ണ ദയവായി തുടരും. ഇപ്പോൾ നമ്മോടൊപ്പം ചിന്താ ജെറോം കൂടി ചേരുകയാണ്, യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ കൂടിയായ ചിന്താ ജെറോം. ചിന്താ ജെറോം, വളരെ വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഒന്ന്, അവർ പീഡനം നേരിട്ടത് ഒരു പൊതുപ്രവർത്തകൻ അടക്കമുള്ളവരിൽ നിന്നാണ്. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറായ ജയന്തൻ PN അടക്കമുള്ളവരിൽ നിന്ന് അവർക്ക് പീഡനം ഏർപ്പെട്ടു. അത് പോകട്ടെ, അത് രണ്ടാമത്തെ വിഷയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി കാണാം. ഒന്നാമത്തേത്, ഇതിന് പരാതിയുമായി ചെന്നപ്പോഴുള്ള പോലീസിന്റെ ഭാവം. ഒരു സ്ത്രീ നേരിടുന്നത് ഒരു പുരോഗതിയും നാടിന്റെ സാമൂഹിക വശത്തിനുണ്ടായിട്ടില്ലയോ എന്ന് തോന്നിപ്പോകും. ചിന്താ ജെറോം. അതെ, കേരളത്തിന്റെ 60 വർഷം നമ്മൾ അഭിമാനത്തോടു കൂടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരളം നേടിയെടുത്ത സാമൂഹ്യ വളർച്ച, സമ്പൂർണ്ണ സാക്ഷരത, ഉയർന്ന രാഷ്ട്രീയ പ്രബുദ്ധത, സ്ത്രീകൾക്ക് നമ്മുടെ സമൂഹത്തിലുള്ള സ്ഥാനം, ഇതെല്ലാം നമ്മൾ ആഘോഷിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്രമേൽ ഭീകരമായിട്ടുള്ള, ഞെട്ടിപ്പിക്കുന്ന, അറപ്പുളവാക്കിക്കൊണ്ട് ഏതൊരു മലയാളിയും ലജ്ജിച്ച് തല താഴ്ത്തേണ്ട സാഹചര്യത്തിലേക്കുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത്. ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, അതാണ് എനിക്ക് ഏറെ ശ്രദ്ധേയമായി തോന്നിയത്. ഇവിടെ വാർത്ത അവതരിപ്പിക്കുന്നത്, ഞാനിപ്പം ചാനൽ കാണാത്തതുകൊണ്ട് ആരാണെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ സൂചിപ്പിച്ചൊരു കാര്യം ഏറെ ശ്രദ്ധാപൂർവം കേരളീയ സമൂഹമല്ല മനുഷ്യ സമൂഹം ആകെ ചർച്ച ചെയ്യേണ്ടതാണ്. പീഡിപ്പിച്ചയാളാണ് എന്നും നമ്മുടെ സമൂഹത്തിൽ മോശക്കാരനാകേണ്ടത്. അവനാണ് പുറത്തേക്ക് വരാൻ ലജ്ജയോടുകൂടി നിൽക്കേണ്ടത്. മറിച്ച് പീഡിപ്പിക്കപ്പെട്ട പെണ്ണ് അവൾ നേരിട്ട അനുഭവം തുറന്നു പറയുന്നതിനകത്ത് യാതൊരു സങ്കോചവുമില്ലാതെ അവൾക്ക് തുറന്നു പറയുവാൻ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം എന്ന് നമുക്ക് പടുത്തുയർത്തുവാൻ കഴിയുമോ, അന്നേ നമ്മൾ വാചാലമാകുന്ന കേരളത്തിന്റെ വികസനവും കേരളത്തിന്റെ സ്ത്രീ അതാണ് ചിന്ത താങ്കൾ ഇരിക്കുന്ന ആ സ്ഥാനത്തിന് ആ മേഖലയിൽ ഒരുപാട് ചെയ്യാനുണ്ട്. ഒരുപക്ഷെ ഞാൻ പറയാം, നാടൻ ഭാഷയെ ഞാൻ താങ്കളോട് പരിഭാഷപ്പെടുത്താം. അവൻ മിടുക്കനാണ്, അവൾ കുഴപ്പക്കാരിയാണ്. എപ്പോഴും അവൾ എന്നത് കുഴപ്പക്കാരി